നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കുട്ടികളോട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടുള്ള ശബ്ദ സന്ദേശം പങ്കുവച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. അധ്യാപകരുടെ നിർദ്ദേശം മതസ്പർദ്ധ വളർത്തുന്നതെന്നാരോപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് മാർച്ച് നടത്തി. അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 2 അധ്യാപകർക്കും സസ്പെൻഷൻ. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ MLA ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മുരളി പെരുന്നെല്ലി MLAയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ഗുരുവായൂർ ഇനി അതിദാരിദ്ര്യ വിമുക്ത നഗരസഭ. ഗുരുവായൂർ അതിദരിദ്രരില്ലാത്ത നഗരസഭയായതായി ചെയർമാൻ M. കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 29 നടത്തുന്ന ചടങ്ങിൽ NK അക്ബർ MLA പ്രഖ്യാപനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. വിദ്വേഷ പരാമർശത്തിന് കടവലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും സ്കൂളിൽ ഓണാഘോഷം വേണ്ടെന്നും രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശമിട്ട സംഭവത്തിലാണ് കേസ്. ഓണം ഹിന്ദുമതസ്ഥരുടെ ആചാരമാണ്. അത് ബഹുദൈവ വിശ്വാസമാണ്. മറ്റു മതസ്ഥരുടെ ആചാരവുമായി കൂടിച്ചേരുന്നത് ബഹുദൈവ വിശ്വാസമായി മാറാൻ ഇടയുണ്ടെന്നും കാണിച്ച് അധ്യാപിക രക്ഷിതാക്കൾക്കയച്ച ശബ്ദ സന്ദേശമാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കൾച്ചറിൽ അവരുടെ പഠനം ചെറുതിലെ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്കറിയില്ല എന്താണ് ആഘോഷം, ഓണം എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് അവർക്കറിയില്ല. അതിൽ കൂടിയത് കൊണ്ടുള്ള അതിൻ്റെ ഗൗരവം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ, പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഓണം സെലിബ്രേഷന്, മറ്റു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ, ക്രിസ്മസിനൊക്കെ. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓക്കെ. മതവിദ്വേഷമുണ്ടാക്കിയതിന് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് അധ്യാപികയ്ക്കെതിരെ ചുമത്തിയത്. നമ്മുടെ മക്കളെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. നമ്മുടെ മക്കളാണെങ്കിലും കുഞ്ഞുമക്കളാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുതിർന്ന മക്കളൊക്കെ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വേഷവിധാനത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ആ ഒരു സെലിബ്രേഷനോട് ഒരു തരത്തിലും നമ്മൾ അതിൻ്റെ ഭാഗമാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അള്ളാഹ്. ഡിവൈഫൈ കടവല്ലൂർ നോർത്ത് മേഖലാ ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്നാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. മറ്റൊരു അധ്യാപികയും സമാനമായ ശബ്ദ സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓണം വിപുലമായി ആഘോഷിച്ചുവെന്നും എന്നാൽ ഈ വർഷം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഓണം ആഘോഷിച്ചാൽ മതിയെന്നാണ് മാനേജ്മെന്റ് തീരുമാനമെന്നും ഈ സന്ദേശത്തിൽ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡിയർ പാരൻസ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത്. പല ഗ്രൂപ്പുകളിലും ഓണത്തിൻ്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഓണത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത്. അപ്പം നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക. അതുപോലെ മക്കൾ പറഞ്ഞിരുന്നു പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റബീഉൽ അവ്വലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. അതുപോലെ ഇപ്പോൾ പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മക്കൾ പ്ലേറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ
പരിപാടികളൊക്കെ നന്നായി ആഘോഷിക്കുക. അപ്പോൾ ഇത് നല്ല ഗൗരവത്തിലെടുത്തിട്ട് മക്കളെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി എന്താണോ തോന്നുന്നത്, ശരി എന്താണോ അത് ചെയ്യുക. ഓക്കെ, താങ്ക് യു. കുട്ടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമാകുന്നത് തടയാൻ KG വിഭാഗം കുട്ടികൾക്ക് ആ ദിവസം അവധി കൊടുത്തിട്ടുണ്ടെന്നും സന്ദേശത്തിലുണ്ട്. പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക്, അതായത് KG സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ്. അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓണാഘോഷത്തെപ്പറ്റി ശബ്ദ സന്ദേശം നൽകി വിവാദത്തിലായ കടവലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ 2 അധ്യാപകരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സ്കൂളിലെ വനിതാ അധ്യാപകരായ ഖദീജ, ഹഫ്സ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കടവലൂർ പ്രദേശത്തെ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ മതവിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്ന സ്കൂളാണിത്. ഇതിനിടെയാണ് സ്കൂളിൽ നടക്കേണ്ട ഓണാഘോഷം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും മുസ്ലിം കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 2 അധ്യാപികമാർ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം നൽകിയത്. സംഭവം വൻ വിവാദമാവുകയും ചെയ്തു. അധ്യാപകരുടെ സന്ദേശം വിവാദമായ പശ്ചാത്തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി ചർച്ച നടത്തി. AC മൊയ്തീൻ MLA, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, M ബാലാജി, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ എന്നിവരടക്കമുള്ള സംഘമാണ് സ്കൂൾ സന്ദർശിച്ച് മാനേജ്മെന്റ് അധികൃതരുമായി ചർച്ച നടത്തിയത്. നാടിന്റെ മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് AC മൊയ്തീൻ MLA ആവശ്യപ്പെട്ടു. ആ രീതി അനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഇവിടുത്തെ 2 സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ മാനേജ്മെൻറ്റിനോട് സംസാരിച്ചു. ആരുടെ അറിവോട് കൂടിയിട്ടല്ല ഈ കാര്യം. ഓണാഘോഷം നടത്തരുതെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനാവശ്യമായ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് പരാതി അടിസ്ഥാനത്തിൽ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിലെ DD ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു. അവരാവശ്യമായ നടപടിക്ക് അവരോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അവരെ അന്വേഷണം ചെയ്ത് സസ്പെൻഡ് ചെയ്യാൻ അന്വേഷണം തുടർ നടപടി വേണം വിദ്യാഭ്യാസ സസ്പെൻഷൻ ആയിന്ന് ആണ് അറിഞ്ഞത്. അതെ, പക്ഷേ 2 പേരുടെ പേരിൽ നടപടി ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ. പക്ഷെ ഒരാളുടെ പേരിലെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ. അതിന്റെ എന്തെങ്കിലും അതെ, 2 പേര് അതിന്റെ തുടരെ 2 ആളുടെ ഇതിലുണ്ട്, വോയിസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത് നടപടിയിലേക്ക് പോവുകയാണ് നല്ലത്. ഈ സ്ഥാപനം നടത്തി കൊണ്ടുപോകുന്നതിലും ഒരു ഇതില്ലേ, നമ്മുടെ നാടിന്റെ ഒരു മതനിരപേക്ഷ പാരമ്പര്യത്തിനനുസരിച്ചല്ലേ പോകാനാണ്. ആ മതനിരപേക്ഷ വിദ്യാഭ്യാസ രീതി പിന്തുടരാൻ അവർ തയ്യാറാണ്. ഇപ്പോൾ പ്രിൻസിപ്പളിനോടും മാനേജ്മെന്റിനോടും സംസാരിച്ചു. അപ്പോൾ അവർ ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നമ്മുടെ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓണം മുസ്ലിം വിദ്യാർത്ഥികൾ ആഘോഷിക്കരുതെന്ന വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സിറാജുൽ ഉലൂം സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കുമെതിരെ DYFI കടവലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. CPM കല്ലുംപുറം ബ്രാഞ്ചും പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു. DYFI കടവലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹസൻ, പ്രസിഡന്റ് നിഷിൽ, ട്രഷറർ ശ്രീരാഗ്, CPM കല്ലുംപുറം ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ്, DYFI CPM പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ DYFI പരാതി നൽകിയിരുന്നു. അധ്യാപികയ്ക്ക് സസ്പെൻഷൻ മാത്രമായി വിഷയം ഒതുക്കാതെ മാനേജ്മെന്റിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അധ്യാപികയെ പുറത്താക്കി പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നും ഓണാഘോഷം സമൂലമായി സ്കൂളിൽ നടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സംഘടനകളിലെ DYFI ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ കീഴിൽ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു സ്കൂള് ഇതുവരെ കേട്ടുകളില്ലാത്ത തരത്തിൽ മതവർഗീയത പറഞ്ഞു വരുത്തുന്ന തരത്തിൽ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഭരണഘടന, ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം വളർത്തുന്ന ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഹിന്ദു മതാചാര പ്രകാരമുള്ള ഓണമാണ്. ഓണം എന്താണെന്ന് പോലും സാമാന്യ ബോധത്തിൽ ഇന്നത്തെ ആളുകൾക്ക് അറിയാം. അത്തരത്തിലുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത ടീച്ചറെ ഉൾപ്പെടെയുള്ള അതിന് കാരണക്കാരായിട്ടുള്ള മാനേജ്മെന്റിനെ അന്വേഷണപരമായിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അധ്യാപികയുടെ വിവാദ ശബ്ദ സന്ദേശം BJP കടവലൂർ മണ്ഡലം കമ്മിറ്റി കൽമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൽമ്പുറം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്കൂൾ കവാടത്തിൽ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ മതസ്പർദ്ധ വളർത്തുകയും കുട്ടികളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടിയെടുക്കണമെന്ന് അവർ പറഞ്ഞു. കടവല്ലൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് അംബിക അനിൽ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു വേലൂർ, സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ വെസ്റ്റ് മേഖല ജനറൽ സെക്രട്ടറി പ്രതീഷ് കരിക്കാട് സ്വാഗതവും അനിൽ കടവല്ലൂർ നന്ദിയും പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ, സുഭാഷ് ആദൂർ, രാജേഷ് കുട്ടഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. തനതായിട്ടുള്ള സംസ്കാരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിലും അതേപോലെയുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്നു. വിഭിന്നതകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഹൈന്ദവർ അത് ആഘോഷിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. ഓണപ്പൂക്കളം ഒരുക്കുക മാത്രമല്ല, ഓണത്തപ്പനെ വരവേൽക്കുകയും ഓണത്തപ്പന് സദ്യ ഒരുക്കുകയും പൂജകൾ ചെയ്തുമൊക്കെ, അതായത് ഹൈന്ദവർ അവരുടെ രീതിയിൽ ആഘോഷിക്കുന്നു. എല്ലാവരും മറ്റു മതസ്ഥരെല്ലാവരും തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ദേശീയ ഉത്സവം ആഘോഷിച്ചു വരികയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക തന്നെ, ഒന്നല്ല രണ്ട് അധ്യാപികമാർ ഇവിടുത്തെ കുട്ടികളോട് അത്തരത്തിൽ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കരുതെന്നും അങ്ങനെ പങ്കെടുക്കുന്നത് ശരിയല്ലാത്ത മതപരമായിട്ട് തെറ്റാണെന്നും അവരുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുകയാണ്, പഠിക്കുന്ന കുട്ടികളെ ഉപദേശിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മണലൂർ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളലും തുടർന്ന് സംഘർഷത്തിലും കലാശിച്ചത്. പൂവത്തൂർ കസവ ഹാളിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് MLA ഓഫീസിന് സമീപം പാവർട്ടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ടു നീങ്ങാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് സംഘർഷത്തിൽ എത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കിയതിനെ തുടർന്ന് ചേർന്ന പ്രതിഷേധ സമരം AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ, രാജ്യത്തെ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യനഗരമായ ഗുരുവായൂരിലേക്കുള്ള കവാടങ്ങളാണ് മണലൂരിന്റെ ഓരോ പ്രദേശവും. അയ്യന്തോൾ കളക്ടറേറ്റിന്റെ പിന്നിൽ അദ്ദേഹം കടൽ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചില ഊടുവഴികളിലൂടെയാണ്, ഞാൻ പലപ്പോഴും നമ്മൾ സാധാരണ പാർട്ടി യോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ MLA ബോർഡ് വെച്ച വണ്ടി തൃശ്ശൂരിലേക്ക് പോകുന്നത് പലപ്പോഴും ഊടുവഴിയാണ്. അമല സെന്ററിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്നത് പൂന്നം വഴിയാണ്. പക്ഷെ മുരളി പെരുന്നെല്ലിയുടെ വാഹനം 5 വർഷമായി കുറ്റൂർ വഴിയാണ് കടന്നു പോകുന്നത്. ദേശീയപാത പൂർണ്ണമായി തകർന്ന വിഷയത്തിൽ അതിന് അഴിമതി അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുന്നില്ല. കേടുപാടുകൾ നേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി ഇടപെടുന്നില്ല. ആ വിഷയത്തിലും സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും കേസുകളിൽ സംസ്ഥാന ഗവൺമെന്റ് അഭിഭാഷകർ ഹാജരാകുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായിരുന്നു. മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ, DCC ഭാരവാഹികളായ PK രാജൻ, KK ബാബു, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, KB ജയറാം, സിജു പാവർട്ടി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, പ്രസാദ് വാഗ, ജെൻസൺ അരിമ്പൂർ, MV അരുൺ, PP സ്റ്റീഫൻ, PB ഗിരീഷ് എന്നിവർ സംസാരിച്ചു.
കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കാർത്തികേയൻ, OJ ഷാജൻ, ജെറോം ബാബു, PV നിവാസ്, ഗ്രേസി ജേക്കബ്, വിമല സേതുമാധവൻ, ക്ലമൻസി ഫ്രാൻസിസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനും രൂക്ഷമായ ഗതാഗത കുരുക്കിനുമെതിരായി AC മൊയ്തീൻ MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. കുന്നംകുളം MLAയുടെ നിസ്സംഗതയ്ക്കെതിരെ എന്ന തലക്കെട്ടിൽ കടവല്ലൂർ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ചേർന്നാണ് മാർച്ച് നടത്തിയത്. പട്ടാമ്പി റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നെഹ്റു നഗറിലെ MLA ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. തുടർന്നു നടന്ന യോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളും പ്രാദേശിക നേതാക്കളും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ അതിദരിദ്രർ ഇല്ലാത്ത നഗരസഭയായതായി ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഗുരുവായൂരിലും അതിദരിദ്ര നിർമ്മാർജ്ജന പ്രവൃത്തികൾ നടന്നിരുന്നത്. സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് വീട് നൽകിയും താമസ സ്ഥലത്തിന് വാടക നൽകിയും സ്വയം തൊഴിലിന് പിന്തുണ നൽകിയും ഭക്ഷണവും ഭക്ഷ്യവിഭവങ്ങളും എത്തിച്ചു നൽകിയുമെല്ലാമാണ് 144 പേരെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് കരകയറ്റിയതെന്ന് ചെയർമാൻ പറഞ്ഞു. ഒരുപാട് ആൾ പ്രത്യേകിച്ച് കിറ്റ് കൊടുക്കുന്നതിനൊക്കെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജുകളിലെയും ഒക്കെ വിദ്യാർത്ഥികൾ അവർ പോലും ആവശ്യമായിട്ടുള്ള വീടുകളിൽ നിന്ന് ഓരോ സാധനം കൊണ്ടുവന്ന് അതൊരു കിറ്റാക്കി തരുന്ന അങ്ങനെ ഒരുപാട് സഹായങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. ഔഷധി പോലുള്ള സംവിധാനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു കട്ടിൽ വേണമെന്ന് പറഞ്ഞു. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ഷൻ ID എന്നിവയും ആവശ്യമുള്ളവർക്ക് എടുത്തു നൽകി. കട്ടിൽ, ഫാൻ, പോർട്ടബിൾ ചെയർ, ടോയ്ലറ്റ് എന്നിവയും നൽകി. ആഗസ്റ്റ് 29 കാലത്ത് 11 നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ NK അക്ബർ MLA അതിദാരിദ്ര്യ വിമുക്ത നഗരസഭാ പ്രഖ്യാപനം നിർവഹിക്കും. കൂടാതെ ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരിച്ച 3 കുളങ്ങൾ നാടിന് സമർപ്പിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. നെന്മിനി മിച്ചഭൂമി കുളം, കോട്ടപ്പടി പള്ളിച്ചിറ, ഞാറാംകുളം എന്നിവയാണ് സമർപ്പിക്കുന്നത്. നെന്മിനി കുളം സെപ്റ്റംബർ 2 പള്ളിച്ചിറ സെപ്റ്റംബർ 3 ഞാറാംകുളം സെപ്റ്റംബർ 22 സമർപ്പണം നടത്തുക. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, A സായിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ അപകടം. 1 വയസ്സായ കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 11 ചാവക്കാട് ഇടപ്പള്ളി പാതയിൽ ഒറ്റത്തെങ്ങ് മുട്ടിപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കോഴിക്കോട് സ്വദേശി ശ്രീശോഭും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴയിൽ ബന്ധുവിനെ കണ്ട് തിരികെ വരുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് 8 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് മറിയുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഇവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി. ഒരുമനയൂരിൽ യുവാവിന് കുത്തേറ്റു. തങ്ങൾപ്പടി സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ 29 വയസ്സുള്ള ഫദലുവിനാണ് കുത്തേറ്റത്. ചൊവ്വാഴ്ച രാത്രി 10 മണിക്കാണ് സംഭവം. 4 അംഗ സംഘമാണ് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് വിവരം. ഷോൾഡറിന് താഴെ പിൻഭാഗത്ത് കുത്തേറ്റ ഫദലുവിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലേക്കും മാറ്റി. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ P ഭാഗ്യലക്ഷ്മിയമ്മ നഗറിൽ നടന്ന മേഖലാ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ഗിൽഷ ശിവജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. സിനി പ്രസാദ് രക്തസാക്ഷി പ്രമേയവും ഷൈനി നിക്സൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി NC വില്യംസ് പ്രവർത്തന റിപ്പോർട്ടിന്റെയും ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ സംഘടനാ റിപ്പോർട്ടിന്റെയും അവതരണം നടത്തി. തുടർന്ന് പൊതുചർച്ചയുമുണ്ടായി. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ, ട്രഷറർ സീത രവീന്ദ്രൻ, CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമായ രേഖ സുനിൽ, കോമളം കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ മാണിക്യത്തുപടി ജനകീയ റോഡിൽ പൊളിക്കൽ പരേതനായ ശേഖരന്റെയും സുമതിയുടെയും മകൻ മനോജാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9 മാണിക്യത്തുപടിയിലാണ് അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ മനോജിനെ എക്സ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി.
ബുധനാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. പുത്തമ്പള്ളി മുളങ്കോട് കള്ളുഷാപ്പിലെ മാനേജരായിരുന്നു മനോജ്. ലിമി ഭാര്യയും നക്ഷത്ര, വേദ എന്നിവർ മക്കളുമാണ്. പൊന്നോണക്കാലത്തെ വരവേറ്റ നാട്. വിവിധയിടങ്ങളിൽ പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണം വിപണികൾക്കും മേളകൾക്കും തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണത്തിന് ഒരു കുട്ടം നിറയെ പൂ എന്ന പേരിൽ വിദ്യാലയാങ്കണത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സീഡ് കോർഡിനേറ്റർ TS സുരേഖ, അധ്യാപകരായ TC മഞ്ജുഷ, MC അശ്വതി, നിബ മനു, നിത്യ K കുമാർ എന്നിവർ സന്നിഹിതരായി. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണം വഴി നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ മുനിസിപ്പൽ തല വിളവെടുപ്പുത്സവം 9ാം വാർഡിൽ കർഷക സുജാത സുകുമാരന്റെ വസതിയിൽ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ കൃഷി ഓഫീസർ ശശീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, കൗൺസിലർമാരായ സുബിത സുധീർ, ബിബിത മോഹൻ, പൂക്കോട് കൃഷി ഓഫീസർ രജിത്, തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അബി തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ 1 ലക്ഷം രൂപ വകയിരുത്തി 25 ക്ലസ്റ്ററുകളിലായി 25,000 ചെണ്ടുമല്ലി തൈകളാണ് കൃഷിഭവൻ വഴി വിതരണം ചെയ്തത്. CDS ചെയർപേഴ്സൺമാർ, അയൽക്കൂട്ടം അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കാളികളായി. കടപ്പുറം CDSന് കീഴിലുള്ള കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ ചേർന്ന് ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷീജ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, CDS ചെയർപേഴ്സൺ ഫൗസിയ ഉമ്മർ, അക്കൗണ്ടന്റ് സനൂജ, കൃഷി അസിസ്റ്റന്റ് അരുണ, JLG അഗ്രി CRP സജിത ജയതിലകൻ, CDS മെമ്പർ ബിന്ദു, വനജ, JLG അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൃപ, കസ്തൂർബ തുടങ്ങിയ JLG ഗ്രൂപ്പുകളുടെ വിളവെടുപ്പാണ് നടന്നത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കടപ്പുറം കൃഷിഭവൻ വിതരണം ചെയ്ത ചെണ്ടുമല്ലി തൈകളാണ് വിളവെടുപ്പിന് ഒരുങ്ങിയിട്ടുള്ളത്. കാട്ടകാമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന നേന്ത്രക്കായ വിപണന മേളയുടെ ഉദ്ഘാടനം കുന്നംകുളം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്രിയ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ നദിയാരത്ത്, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ KA അസീസ്, TK പ്രഹ്ലാദൻ, വിജു വാഴപ്പുള്ളി, TA വേലായുധൻ, CI മറിയാമ, ഉമാദേവി കണ്ടംപുള്ളി, ലക്ഷ്മി പനോക്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണത്തോടനുബന്ധിച്ച് പൊതുമാർക്കറ്റിൽ നേന്ത്രക്കായ്ക്കുലകൾക്ക് വലിയ വിലയുയരുമ്പോൾ വില നിലവാരം പിടിച്ചു നിർത്താൻ കാട്ടാകമ്പൽ സഹകരണ ബാങ്ക് നടത്തുന്ന വിപണന മേളയിൽ നേന്ത്രക്കായ്ക്കുലകൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാടൻ നേന്ത്രക്കായ്ക്കുലകൾ കിലോവിന് 58 രൂപയ്ക്കാണ് വിപണിയിൽ വിറ്റഴിക്കുന്നത്. ഉദ്ഘാടന ദിവസം തന്നെ 100ഓളം കുലകളാണ് വിറ്റഴിക്കപ്പെട്ടത്. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം വിപണിക്ക് തുടക്കമായി. വിപണിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ എന്നിവർ മുഖ്യാതിഥികളായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം മാഗി ജോൺസൺ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് MB പ്രവീൺ, ബാങ്ക് ഭരണസമിതി അംഗം PA സജി, അസിസ്റ്റന്റ് സെക്രട്ടറി KP അജിത് എന്നിവർ സംസാരിച്ചു. 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ ആകർഷകമായ വിലക്കുറവിലാണ് വിതരണം ചെയ്യുന്നത്. ഓണത്തോടനുബന്ധിച്ച് അവധി ദിവസങ്ങളിലും വിപണി തുറന്നു പ്രവർത്തിക്കുന്നതാണ്. മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളിൽ മിഠായി, കേക്ക് പോലെയുള്ള മധുരപലഹാരങ്ങൾ ഉപേക്ഷിക്കുമെന്നും അവയ്ക്കു പകരമായി നെല്ലിക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക PS മീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ RK സൗധ, K ഷാനിബ, CJ ഷൈനി എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിനു ശേഷം കുട്ടികൾക്ക് നെല്ലിക്ക വിതരണം ചെയ്തു. എരുമപ്പെട്ടി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി കുണ്ടന്നൂരിലും കരിയന്നൂരിലും സഹകരണ ഓണച്ചന്തകൾ ആരംഭിച്ചു. കുണ്ടന്നൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലും കരിയന്നൂരിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരും ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് US കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, മെമ്പർ PM സജി, ബാങ്ക് സെക്രട്ടറി MS സിദ്ധൻ, ഡയറക്ടർമാരായ TV അനിൽകുമാർ, PB ബിബിൻ, മനോഹരൻ, ഡെന്നി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണവിപണി പേരകം സർവീസ് സഹകരണ ബാങ്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KN രാമചന്ദ്രൻ അധ്യക്ഷനായി. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, വാർഡ് കൗൺസിലർ ദിവ്യ സജി, ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ എന്നിവരും പങ്കെടുത്തു. ബാങ്ക് സെക്രട്ടറി KO ഐശ്വര്യ സ്വാഗതവും
വൈസ് പ്രസിഡന്റ് കൗലത്ത് ലത്തീഫ് നന്ദിയും പറഞ്ഞു. ഓണവിപണിയിൽ 1800 രൂപയോളം വിപണി വില വരുന്ന 15 ഇനം നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ കിറ്റ് 1390 രൂപയ്ക്കാണ് വിതരണം ചെയ്തു വരുന്നത്. ഗുരുവായൂർ MLAയുടെ നിസ്സംഗതയ്ക്കെതിരെ കോൺഗ്രസ് ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ MLA ഓഫീസ് മാർച്ച് നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് TN പ്രതാപൻ പറഞ്ഞു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ MP ഹൈദരലി, ഫൈസൽ ചാലിൽ, VK ഫസലുലി, KV ഷാനവാസ്, HM നൌഫൽ, PV ബദറുദ്ദീൻ, KP റഷീദ്, K നവാസ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ 3ാം ഘട്ട ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, കൗൺസിലർമാരായ KV സത്താർ, സുപ്രിയ രാമചന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PS അശോകൻ, AA ശിവദാസൻ എന്നിവർ സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം സ്വാഗതവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ നന്ദിയും പറഞ്ഞു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുന്നതിനും അതുവഴി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനും വേണ്ടി 10 ലക്ഷം രൂപ ചെലവഴിച്ച് 3 ഇടങ്ങളിലായി 9 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് അഭിവാദ്യമർപ്പിച്ച് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് മാർച്ച് നടത്തി. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ രാജ്യത്താകമാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന പോരാട്ടം പ്രശംസനീയമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KA ശിവരാമൻ പറഞ്ഞു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അബു പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി രഥഘോഷയാത്ര നടത്തി. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. നാദസ്വര അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിലെ ബ്രാഹ്മണ സമൂഹ മഠത്തിലെത്തി. തുടർന്ന് പൂജ, നിവേദ്യം എന്നിവയുമുണ്ടായി. 27-ന് ഗണപതി ഹോമം, ത്രികാല പൂജ, ഭജന, ഗണപതി സ്തോത്ര പാരായണം. 28-ന് രാവിലെ ഗണപതി ഹോമത്തിനു ശേഷം 6:30-ന് കിഴക്കേ ബ്രാഹ്മണ സമൂഹം കുളത്തിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യും. സമൂഹം പ്രസിഡന്റ് GK ഹരിഹരകൃഷ്ണൻ, സെക്രട്ടറി TK ശിവരാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് GV രാമനാഥൻ, മഹിളാ വിഭാഗം പ്രസിഡന്റ് ലളിത ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഫാദർ ജോസ് ലൂവിസ് കൂത്തൂരിന്റെ പൗരോഹിത്യ രജത ജൂബിലി കൂത്തൂർ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. CMI ഭോപ്പാൽ പ്രൊവിൻസ് അംഗവും കൂത്തൂർ തറവാട്ടിൽ നിന്നുള്ള വൈദികനും പാവർട്ടി ഇടവകാംഗവുമായ ജോസ് കുത്തൂരച്ചന്റെ പൗരോഹിത്യ രജത ജൂബിലി ആളൂരിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ജൂബിലി ആഘോഷ സംഗമം ഫാമിലി അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരിയും ഒല്ലൂർ ഫൊറോന പള്ളി വികാരിയുമായ ഫാദർ വർഗീസ് കൂത്തൂർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഫ്രാഗി ഫ്രാൻസിസ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി പള്ളി വികാരി ഫാദർ ഫെബിൻ കൂത്തൂർ, അസോസിയേഷൻ സെക്രട്ടറി അലക്സ് ജോസ്, ട്രഷറർ ഷാജു ഫ്രാൻസിസ്, മറ്റു ഭാരവാഹികളായ KJ ജോസഫ്, KR ജിൻസൺ, KP റാഫേൽ, KA തോമസ്, KA ആൻഡപ്പൻ, KJ തോമസ് എന്നിവർ സംസാരിച്ചു. പൗരോഹിത്യ സിൽവർ ജൂബിലിയുടെ ഭാഗമായി വൈദികനെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ജൂബിലിയേറിയൻ ഫാദർ ജോസ് ലൂവിസ് കൂത്തൂർ തന്റെ ഇപ്പോഴത്തെ അജപാലന ശുശ്രൂഷ മേഖലയായ ജർമ്മനിയിലെ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചു. സ്നേഹവിരുന്നോടെ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വേലൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം മേൽശാന്തി അശ്വിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ പൂജകളുമുണ്ടായി. ക്ഷേത്രം ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. കൂറ്റനാട് സ്വദേശിയായ 19-കാരനെ കാണാനില്ലെന്ന പരാതി. കൂട്ടുപാത വട്ടുള്ളി സ്വദേശി പുത്തൻപീടികയിൽ ഷംസുദ്ദീന്റെ മകൻ സാബിത്തിനെയാണ് ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ കാണാതായത്. സംഭവത്തിൽ ബന്ധുക്കൾ തൃത്താല പോലീസിൽ പരാതി നൽകി. യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9400713831 8086320743 എന്നീ നമ്പറുകളിൽ അറിയിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 9,390 രൂപ, പവന് 75,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 126 രൂപ. ചരമം. ചാലിശ്ശേരി തണ്ണീർക്കോട് കരിമ്പ തായക്കാട്ടിൽ അച്യുതൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ചാലിശ്ശേരി കൃഷിഭവന്റെ കീഴിലുള്ള പാലക്കൽ പാടശേഖര സമിതി പ്രസിഡന്റും ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറും പൊതുപ്രവർത്തകനുമാണ് പരേതൻ. സുമതി ഭാര്യയും പ്രദീപ്, പ്രീത, പ്രിയ, പ്രബീഷ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കുന്നംകുളം കീഴൂർ കടുവിൽ ചങ്ങുമകൻ വിക്രമൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ചന്ദ്രിക ഭാര്യയും വൃന്ദ, വിസ്മയ, വൈഷ്ണവ് എന്നിവർ മക്കളുമാണ്. തലക്കോട്ടുകര തേർമഠം പരേതനായ ഫ്രാൻസിസ് ഭാര്യ കുഞ്ഞായി നിര്യാതയായി. 80 വയസ്സായിരുന്നു. മണലി NLP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം തലക്കോട്ടുകര സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ടെസി, ജിയോ, ജോഫി, ജിൻഡോ എന്നിവർ മക്കളാണ്. ആറ്റത്ര പുത്തൂർ പരേതനായ പൊറിഞ്ചു മകൻ ജോസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പരേതയായ റോസിലി ഭാര്യയും ദീപ, ആൻഡോ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കുട്ടികളോട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടുള്ള ശബ്ദ സന്ദേശം പങ്കുവച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. അധ്യാപകരുടെ നിർദ്ദേശം മതസ്പർദ്ധ വളർത്തുന്നതെന്നാരോപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് മാർച്ച് നടത്തി. അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 2 അധ്യാപകർക്കും സസ്പെൻഷൻ. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ MLA ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മുരളി പെരുന്നെല്ലി MLAയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ഗുരുവായൂർ ഇനി അതിദാരിദ്ര്യ വിമുക്ത നഗരസഭ. ഗുരുവായൂർ അതിദരിദ്രരില്ലാത്ത നഗരസഭയായതായി ചെയർമാൻ M. കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 29 നടത്തുന്ന ചടങ്ങിൽ NK അക്ബർ MLA പ്രഖ്യാപനം നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.